എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് PM കിസാൻ നിധിയുടെ 19ാം ഗഡുവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെടുത്തി ചിലർക്ക് നോട്ടീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി 20ാം ഗഡു ഇനി ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പുതിയ അപ്ഡേറ്റുകളും ഇതിൽ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. PM കിസാൻ നിധിയുടെ 19ാമത്തെ ഗഡു കഴിഞ്ഞ ആഴ്ചയാണ് വിതരണം ചെയ്തത്. ഇതുവരെ മൊത്തം 38,000 രൂപയാണ് ആദ്യം മുതലേ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പദ്ധതിയിലേക്ക് ഇപ്പോഴും അർഹരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 5 സെന്റെങ്കിലും കൃഷിഭൂമിയുള്ള ആളുകൾക്കാണ് പദ്ധതിയിൽ ചേരുവാൻ അവസരമുള്ളത്. 2018-19 സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീതും നിലവിലെ നികുതി അടച്ച രസീതും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും അതോടൊപ്പം ബാങ്ക് പാസ്ബുക്കും റേഷൻ കാർഡുമാണ് പദ്ധതിയിൽ ചേരുന്നതിന് നമുക്ക് വേണ്ടിയിട്ടുള്ള രേഖകൾ. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ സ്വന്തമായി ഫാർമേഴ്സ് കോർണർ വഴി നമുക്കിതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് വർഷത്തിൽ 3 ഗഡുക്കളായിട്ട് 2,000 രൂപ വീതം മൊത്തം 6,000 രൂപയാണ് പദ്ധതിയിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നത്. ഇപ്പോൾ 19ാമത്തെ ഗഡുവാണ് വിതരണം നടത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ഗഡു ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിലാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി 20ാമത്തെ ഗഡു ചിലപ്പോൾ ജൂൺ മാസത്തിലായിരിക്കും വിതരണം നടത്തുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ചില സംശയങ്ങൾ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. 19ാമത്തെ ഗഡു ലഭിച്ചവർ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയമാണ് പ്രധാനപ്പെട്ടത്. നിലവിൽ നമുക്ക് 19ാം ഗഡു വാങ്ങിയിട്ടുള്ളവർക്ക് സർക്കാർ യാതൊരു രീതിയിലുള്ള അറിയിപ്പുകളും നൽകിയിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് 19ാം ഗഡു ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിലവിൽ അവർക്ക് KYC നടപടികളും അതോടൊപ്പം തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ സീഡിങ് എല്ലാം ചെയ്യുന്നത് നല്ലതാണ്. അവർക്ക് നിലവിൽ മുടങ്ങിയിട്ടുള്ള തുക ഇത് മുഖേന ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, മുടങ്ങാത്ത ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തി മറ്റ് ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും സർക്കാർ നടപ്പിലാക്കി പറയുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഖദിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് മുഖേന കർഷക ID എടുക്കുകയും വേണമെന്ന് കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പല നിർദ്ദേശങ്ങളും. ഇത് നമുക്ക് നിലവിൽ PM കിസാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾക്ക് ഖദിർ ആപ്പ് നിർബന്ധമാക്കിയിട്ടില്ല. നിലവിൽ കേരള സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കാണ് ഖദിർ ആപ്പ് മുഖേനയുള്ള രജിസ്ട്രേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. നിലവിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് യാതൊരു കുഴപ്പവും ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതല്ല. രജിസ്ട്രേഷൻ ചെയ്യുന്നത് നമുക്ക് സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സഹായകരമാണ്. അതോടൊപ്പം തന്നെ PM കിസാൻ നിധി തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഖദിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഇല്ല. ഇതൊരു പ്രധാനപ്പെട്ട സംശയമായിട്ട് പലരും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. PM കിസാൻ നിധി തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ചില ആളുകൾക്ക് നോട്ടീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ തുക തിരിച്ചടയ്ക്കുവാനാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ 38,000-ഓളം ആളുകളുടെ കയ്യിൽ നിന്ന് നിലവിലെ തുക തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക എത്രയാണോ അത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വരും. അർഹതയില്ലാതെ ഇത്തരത്തിൽ നിരവധി പേര് ആനുകൂല്യം വാങ്ങിയ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. നമുക്ക് സർക്കാർ ജോലിക്കാർ, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിക്കാർ, അതോടൊപ്പം തന്നെ അർദ്ധ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരാണ് PM കിസാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര തുകയാണോ വാങ്ങിയിട്ടുള്ളത് അത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്ന ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുമ്പ് നമ്മൾ ഈ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ആദായ നികുതി അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആദായ നികുതി അടയ്ക്കുന്നുണ്ട് എങ്കിൽ അവർക്കും ഇനി നിലവിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും പുതുതായിട്ട് ആദായ നികുതി അടയ്ക്കുന്ന ഒരു സാമ്പത്തികാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സ്വമേധയാ സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. PM കിസാൻ നിധിയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് സറണ്ടർ ഓപ്ഷൻ വഴി നമുക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള പദ്ധതിയിൽ ചേരുന്നതിനുള്ള ക്രമങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് തുടർന്നുള്ള ഗഡുകൾ ഇത് മുഖേന ലഭിക്കുന്നതല്ല.
അല്ലെങ്കിൽ നോട്ടീസ് വരികയോ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുമ്പ് വാങ്ങിയിട്ടുള്ള തുകയെല്ലാം അതേപോലെ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും ഭാഗത്ത് നിന്ന് തുക നമുക്ക് അനർഹമായി വാങ്ങിയിരുന്നുണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്തത് മുഖേന നമുക്ക് മുമ്പുള്ള ആനുകൂല്യങ്ങളെങ്കിൽ നമ്മുടെ കയ്യിൽ എത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമുക്ക് സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ അല്ലെങ്കിൽ CSC കേന്ദ്രങ്ങളിലെത്തിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും മനസ്സിലാക്കി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.